ദിവസങ്ങൾക്കിപ്പുറം ഏഷ്യ കപ്പ് ആരംഭിക്കാനായിരിക്കെ ഓരോ സ്ലോട്ടിലേക്കും ഏതൊക്കെ താരങ്ങളായിരിക്കും എത്തുക എന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ. കഴിഞ്ഞ ദിവസമായിരുന്നു 16-അംഗ സ്ക്വാഡിനെ BCCI ഏഷ്യ കപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ചത്. മലയാളി ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് സഞ്ജു സാംസണിന് ടീമിൽ വിക്കറ്റ് കീപ്പറായി ഇടം നേടിയത് തീർത്തും സന്തോഷം നൽകുന്ന വാർത്തയായി മാറിയിരുന്നു. എന്നാൽ അദ്ദേഹം ടീമിൽ ഏത് പൊസിഷനിൽ കളിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പിന്നീട് ചോദ്യചിഹ്നമായി എത്തിയിരുന്നത്. ഓപ്പണിംഗ് റോളിൽ മാറ്റി നിർത്താനാവാത്ത താരമായി T20-യിലെ നമ്പർ 1 റാങ്കിംഗ് താരം അഭിഷേക് ശർമ്മ എത്തുമ്പോൾ അദ്ദേഹത്തിന് കൂടെ സഞ്ജു ആയിരിക്കുമോ അതോ പകരം വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആയിരിക്കുമോ ഓപ്പണിംഗിന് എത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ആദ്യം എത്തിയിരുന്നത്. ഇതിൽ സെലക്ഷന്റെ ടൈമിൽ അജിത് അഗാൽക്കർ ശുഭ്മാൻ ഗില്ലിന്റെ പേരാണ് ഓപ്പണിംഗിലേക്ക് നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ കളിക്കാനുള്ള സാധ്യതകളും കുറവായി തന്നെയായിരുന്നു കണ്ടിരുന്നത്. കാരണം ഫിനിഷർ റോളിൽ വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ എത്തുമെന്നുള്ള കാര്യം സഞ്ജുവിന്റെ ടീമിലെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഓപ്പണർ റോളിൽ തകർപ്പൻ പ്രകടനങ്ങളുമായാണ് KCLൽ സഞ്ജു തിളങ്ങുന്നത്. KCLൽ കൊല്ലം സെയിലേഴ്സിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി പ്രകടനവും ഇന്നലെ തൃശൂർ ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ 89 റൺസിന് തകർപ്പൻ ബാറ്റിംഗോടും കൂടി ഓപ്പണിംഗിൽ ഏറ്റവും മികച്ച ഫോമിൽ തന്നെയാണ് സഞ്ജു ഇപ്പോൾ നിൽക്കുന്നത്. സെലക്ടർമാരുടെ കണ്ണു തുറപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് സഞ്ജു ഓരോ മത്സരങ്ങളിലും കാഴ്ചവെക്കുന്നത്. ഓപ്പണിംഗ് റോളിൽ ഏറ്റവും ഭംഗിയായി തന്നെ സഞ്ജു ബാറ്റ് വീശുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ടിൽ നിന്നടിക്കാനായി സെലക്ടർമാർക്ക് സാധിക്കില്ല. കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സഞ്ജുവിനൊപ്പം തന്നെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും KCLൽ ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രകടനങ്ങൾ സഞ്ജുവിന്റെ ഏഷ്യ കപ്പിലേക്കുള്ള ടീം സെലക്ഷനിൽ ഏറെ നിർണായകമായി മാറുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ വരുന്നത്. പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഏഷ്യ കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ജുവിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രകടനങ്ങളുടെ മികവിൽ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഏഷ്യ കപ്പിലേക്കുള്ള സ്ഥാനം ഡിമാൻഡ് ചെയ്യുക തന്നെയാണിപ്പോൾ. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.